കുറഞ്ഞ സമയം കൊണ്ട് അരിപ്പൊടി വെച്ചിട്ട് നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച അരിപ്പൊടിയാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ ആ ഗ്ലാസ്സിന് തന്നെ 1/2 ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 5 ഏലക്ക, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഒരു 4-5 ശർക്കര ഉരുക്കിയതാണ് കേട്ടോ. അത് ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ, നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ റവയാണ്. റവ കൂടാൻ പാടില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മുഴുവനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഓരോ കുഴിയിലായിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതധികം വേവേണ്ട ആവശ്യമില്ല കേട്ടോ. അടി ഒന്ന് ആയതിൻ്റെ ശേഷം വേഗം മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. കുറഞ്ഞ സമയം മതി നമുക്കിത് തയ്യാറാക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.